വലിയവനായ ദൈവമേ, അങ്ങേക്ക് സ്തുതിയും സ്തോത്രവും പുകഴ്ചയും. പ്രിയവായന സുഹൃത്തെ, താങ്കൾക്ക് പുതിയ സെഷനിലേക്ക് സ്വാഗതം. ഇന്ന് മെയ് 1, ഒന്നാമത്തെ വായനാ ഭാഗം ആവർത്തന പുസ്തകം 18-ാം അധ്യായം. ഇവിടെ ലേവ്യർക്ക് അല്ലെങ്കിൽ പുരോഹിത ശുശ്രൂഷ ചെയ്യുന്ന ലേവ്യർക്ക്, ലേവി ഗോത്രത്തിന് ഉള്ള അവകാശത്തെ സംബന്ധിച്ചൊക്കെയാണ് ഇവിടെ പറയുന്നത്. പൗരോഹിത്യം സംബന്ധിച്ച് അല്ലെങ്കിൽ പൗരോഹിത്യ വേലയെ സംബന്ധിച്ച് അവിടെ പറയുന്നത്, അവർക്ക് ദേശത്തിൽ അവകാശമില്ല. അവർക്ക് അവർ ചെയ്യുന്ന പൗരോഹിത്യ ശുശ്രൂഷയുടെ ഭാഗമായി നടക്കുന്ന ദഹനയാഗവും അതുപോലുള്ള യാഗങ്ങളിൽ നിന്ന് അവർക്ക് ലഭിക്കുന്ന ജനം കൊടുക്കുന്ന, ദൈവത്തിന് കൊടുക്കുന്ന പലവിധ നേർച്ചകളുടെയൊക്കെയും അവകാശം, അത് ആണ് അവർക്കുള്ള അവകാശം. പ്രത്യേകം പറയുന്നത്, നേരത്തെ പറഞ്ഞിട്ടുള്ളത് തന്നെ, യഹോവയാണ് ലേവ്യരുടെ അവകാശം. അത്ര വേർതിരിക്കപ്പെട്ട ജനത്തിനിടയിൽ നിന്ന് ഒന്നുകൂടി വേർതിരിക്കപ്പെട്ട ജനമായിട്ടാണ് ലേവ്യരെ കാണുന്നത്. ലേവ്യരുടെ അവകാശം യഹോവയാകുന്നു. അത് കഴിഞ്ഞിട്ട് പറയുന്നത്, നിന്റെ ദൈവമായ യഹോവ നിനക്ക് തരുന്ന ദേശത്തെത്തിയ ശേഷം അവിടുത്തെ ജാതികളുടെ മ്ലേച്ഛത പഠിക്കരുത്. അവർ പൗരോഹിത്യവുമായിട്ട് ബന്ധപ്പെട്ടാണ് എല്ലാ സ്ഥലങ്ങളിലും, നമുക്കറിയാവുന്ന നമ്മുടെ നാട്ടിലായാലും പ്രശ്നം നോക്കുന്നതും മുഹൂർത്തം നോക്കുന്നതും ആഭിചാരകനെ കൊണ്ട് ആഭിചാര പ്രവൃത്തികൾ ചെയ്യുന്നതും ക്ഷുദ്രപ്രവൃത്തികൾ ചെയ്യുന്നതും മന്ത്രവാദം ചെയ്യുന്നതും വെളിച്ചപ്പാടൻ കാര്യങ്ങൾ നോക്കുന്നതും ലക്ഷണം പറയുന്നതും അഞ്ചനക്കാരൻ ചെയ്യുന്നതെല്ലാം അവർ ദൈവീക കാര്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ അത് ഒരു പുരോഹിതന് അല്ലെങ്കിൽ ആർക്കും ചെയ്യാൻ പാടില്ല. ഇസ്രായേൽ ജനത്തിൻ്റെ ഇടയിൽ അങ്ങനെ ഒരുത്തൻ നിങ്ങളുടെ ഇടയിൽ ഉണ്ടാകരുത്, എന്നിങ്ങനെയുള്ളവരെ നിങ്ങളുടെ ഇടയിൽ കാണരുത്. ഈ കാര്യങ്ങൾ ചെയ്യുന്നവരെല്ലാം യഹോവയ്ക്ക് വെറുപ്പാകുന്നു. ബാക്കി ജനസമൂഹത്തിലൊക്കെയും അവരുടെ പുരോഹിതന്മാരാണ് ഇതൊക്കെ ചെയ്യുക. ഇവിടെ അങ്ങനെ ഒരു സംഗതി കാണുകയേ ചെയ്യരുത്. നിങ്ങളുടെ ഇടയിൽ കാര്യം കാണരുത്. ഈ കാര്യങ്ങൾ ചെയ്യുന്നവരെല്ലാം യഹോവയ്ക്ക് വെറുപ്പാകുന്നു. ഇങ്ങനെയുള്ള മ്ലേച്ഛതകൾ നിമിത്തം നിന്റെ ദൈവമായ യഹോവ അവരെ നിന്റെ മുമ്പിൽ നിന്ന് നീക്കിക്കളയുന്നു. നീ നിന്റെ ദൈവമായ യഹോവയുടെ മുമ്പാകെ നീ നിഷ്കളങ്കനായിരിക്കണം. ഇതാണ് അതിനെ സംബന്ധിച്ച് പറയുന്നത്. എന്നിട്ട് വേറൊരു പുരോഹിതനെ സംബന്ധിച്ച്, ഒരു പൗരോഹിത്യത്തെ സംബന്ധിച്ച് ഈ അധ്യായത്തിൽ പറയുന്നൊരു കാര്യം, അത് ഈ പുസ്തകത്തിലെ തന്നെ ഒരു പ്രധാനപ്പെട്ട വാക്യമാണ്. ഈ ബൈബിളിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വാക്യങ്ങളിൽ ഒന്ന് ആയിട്ട് പറയാവുന്നൊരു വാക്യമാണ് ഇതിൻ്റെ 18-ാമത്തെ വാക്യം. എന്നിട്ട് അവിടെ 18-ാമത്തെ വാക്യം എന്നുള്ളതല്ല, ആ 18 വാക്യത്തിന് മേൽ തൊട്ടേ പറയുന്നുണ്ട്, നിന്റെ ദൈവമായ യഹോവ നിനക്ക് എന്നെപ്പോലെ ഒരു പ്രവാചകനെ നിന്റെ മധ്യേ. ഇപ്പം മോശെ പറയുകയാണ് ഇസ്രായേൽ ജനത്തിനോട്, എന്നെപ്പോലെ ഒരു പ്രവാചകനെ നിങ്ങളുടെ ഇടയിൽ, ഇസ്രായേലിലെ നിങ്ങളുടെ ഇടയിൽ നിന്ന് എഴുന്നേൽപ്പിച്ചു തരും. അവൻ്റെ വചനങ്ങൾ നിങ്ങൾ കേൾക്കണം. എന്നിട്ട് അതിൻ്റെ 18 വരുമ്പം വീണ്ടും പറയുന്നത്, അപ്പോൾ ഇത് മുമ്പൊരു സംഭവമായിട്ട്, ഞാൻ മരിക്കാതിരിക്കേണ്ടതിന് ഇനി എൻ്റെ ദൈവമായ യഹോവയുടെ ശബ്ദം കേൾപ്പാനും ഈ മഹത്തായ തീ കാണുവാനും എനിക്ക് ഇടവരരുതേ എന്നിങ്ങനെ ഹോറേബിൽ വെച്ച് മഹായോഗം കൂടിയ നാളിൽ നിന്റെ ദൈവമായ യഹോവയോട് നീ അപേക്ഷിച്ചതുപോലെ തന്നെ അന്ന് യഹോവ എന്നോട് അരുളി ചെയ്തതെന്നാൽ അവർ പറഞ്ഞത് ശരി. അപ്പോൾ അന്ന് പറഞ്ഞതാണ് ഇപ്പോൾ പറയുന്നത്, നിന്നെപ്പോലെ ഒരു പ്രവാചകനെ ഞാൻ അവർക്ക് അവരുടെ സഹോദരന്മാരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽപ്പിച്ച് എൻ്റെ വചനങ്ങളെ അവൻ്റെ നാവിന്മേലാക്കും എന്ന് ദൈവം മോശയോട് പറഞ്ഞ കാര്യമാണ് ഇപ്പം മോശ പറയുന്നത്. നിങ്ങളുടെ ഇടയിൽ നിന്ന് നിങ്ങളുടെ ദൈവമായ യഹോവ എന്നെപ്പോലെ ഒരു പ്രവാചകനെ നിങ്ങളുടെ മധ്യയിൽ നിന്ന് എഴുന്നേൽപ്പിച്ചു തരുമെന്ന്. എന്നിട്ട് അതിൻ്റെ ബാക്കി നമുക്ക് വായിക്കാം. സഹോദരങ്ങളുടെ ഇടയിൽ നിന്ന് എഴുന്നേൽപ്പിച്ച് എൻ്റെ വചനങ്ങളെ അവൻ്റെ നാവിന്മേലാക്കും. ഞാൻ അവനോട് കൽപ്പിക്കുന്നതൊക്കെയും അവൻ അവരോട് പറയും. അവൻ എൻ്റെ നാമത്തിൽ പറയുന്ന എൻ്റെ വചനങ്ങൾ യാതൊരുത്തനെങ്കിലും കേൾക്കാതിരുന്നാൽ അവനോട് ഞാൻ ചോദിക്കും. ആരെക്കുറിച്ചാണ് പറയുന്നതെന്ന് അറിയാമല്ലോ. ഇത് യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രവചനമാണ്. അപ്പോൾ എന്നെപ്പോലെ, അത് പഴയ നിയമത്തിൻ്റെ ശുശ്രൂഷകൻ അല്ലെങ്കിൽ പഴയ നിയമത്തിൻ്റെ കാരണഭൂതൻ എന്ന് പറയുന്നത് മോശയാണെങ്കിൽ, പുതിയ നിയമത്തിൻ്റെ കാരണഭൂതൻ എന്ന് പറയുന്നത് യേശുക്രിസ്തുവാണ്. പഴയ നിയമത്തിൻ്റെ കർത്താവ്,
പഴയ നിയമം മോശയിലൂടെയാണ് കൊടുത്തതെങ്കിൽ പുതിയ നിയമം യേശുക്രിസ്തുവിലൂടെയാണ് ദൈവം സ്ഥാപിച്ചത്. അപ്പോൾ അവിടെ ആ മോശ തന്നെയാണ് യേശുക്രിസ്തുവിനെക്കുറിച്ച് പറയുന്നത്. ഇന്നലെ നമ്മൾ സ്തെഫാനോസിൻ്റെ പ്രസംഗത്തിൽ ഈ കാര്യമുണ്ട്. സ്തെഫാനോസിൻ്റെ പ്രസംഗത്തിൽ അത് ഇന്നലത്തെ വായനയിൽ അപ്പോസ്തല പ്രവർത്തികൾ. അപ്പം ഈ കാര്യം സ്തെഫാനോസ് പറയുന്നുണ്ട്. നിന്നെ പിന്നെ കർത്താവ് ന്യായാധിപതി ആക്കിയതാര് എന്ന് പറഞ്ഞ ജനം പറഞ്ഞ മോശയെ അവർ കർത്താവ് ന്യായാധിപതിയുമാക്കി. എന്നിട്ട് ക്രിസ്തുവിനെ സംബന്ധിച്ചും അതുപോലെ പറയുന്നുണ്ട്. ഞാൻ അവനോട് കൽപ്പിക്കുന്നതൊക്കെ, ഞാൻ യേശുവിനോട് കൽപ്പിക്കുന്നതൊക്കെയും യേശു അവരോട് പറയും. അന്ന് യേശുവിൻ്റെ കാലത്ത് അവൻ എൻ്റെ നാമത്തിൽ പറയുന്ന, അപ്പം യേശുക്രിസ്തു പറയുന്ന കാര്യങ്ങളെല്ലാം ദൈവത്തിൻ്റെ നാമത്തിലാണ്. ദൈവത്തിൻ്റെ നാമത്തിൽ പറയുന്ന കാര്യങ്ങളാണ് അവിടെ പറയുന്നത്. അതുകൊണ്ടാണ് യേശുക്രിസ്തു പറയുന്നത് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എന്ന് പറഞ്ഞാൽ അത് യേശുക്രിസ്തുവിൻ്റെ നാമമല്ല, യഥാർത്ഥത്തിൽ അത് ദൈവത്തിൻ്റെ നാമമാണ്. അപ്പോൾ ദൈവത്തിൻ്റെ നാമത്തിലാണ് യേശുക്രിസ്തു സംസാരിക്കുന്നത്. അപ്പോൾ സംസാരിക്കുന്ന കാര്യങ്ങൾ ദൈവം പറഞ്ഞ കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ അത് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പിന്നെ നമ്മളത് പറയുമ്പോൾ അത് യഥാർത്ഥത്തിൽ യേശുക്രിസ്തുവിൻ്റെ നാമമല്ല. യേശുക്രിസ്തു ഏത് നാമത്തിലാണ് പറഞ്ഞത് ആ നാമമായ യഹോവയുടെ നാമം ദൈവത്തിൻ്റെ നാമമാണെന്ന് നമ്മൾ ഓർക്കണത്. അപ്പോൾ ചോദിക്കുക, എന്നിട്ട് താഴോട്ട് പറയുകയാണ്, ഞാൻ അവനോട് പറയുന്ന വചനങ്ങൾ കേൾക്കാതിരുന്നാൽ ഞാൻ അവനോട് ചോദിക്കുമെന്നാണ്. അപ്പം ഇപ്പോൾ ഇസ്രായേൽ ജനം, അതിപ്പോൾ നമുക്ക് ഇസ്രായേൽ ജനത്തിൻ്റെ കാര്യം എടുക്കാം, അല്ലെങ്കിൽ യഹൂദരുടെ കാര്യം എടുക്കാം. യേശുക്രിസ്തു പറഞ്ഞ വചനങ്ങൾ മോശയെപ്പോലെ കേൾക്കേണ്ടതായിരുന്നു ഇസ്രായേൽ ജനം, യഹൂദ ജനം. പക്ഷേ അവർ അതുപോലെ കേട്ടില്ല. എന്തു പറ്റി? അത് കേൾക്കാത്തത് കൊണ്ട് അവരോട് ദൈവം അത് ചോദിച്ചു എന്നുള്ളതാണ്. അവർ കേട്ടില്ല എന്നുള്ളത് മാത്രമല്ല, അങ്ങനെ ദൈവമാക്കി വെച്ച ഒരു പ്രവാചകനെ അവർ കൊല്ലുകയും ചെയ്തു. അപ്പോൾ ഇവിടെ അവൻ കേട്ടില്ലെങ്കിൽ പോലും ഞാൻ അവനോട് ചോദിക്കുമെന്ന് പറയുന്നിടത്ത്, അങ്ങനെ പറഞ്ഞാൽ വരെ കൊന്നവരോട് ദൈവം എങ്ങനെയായിരിക്കും കൈകാര്യം ചെയ്യുക? ഇന്നും അവർക്ക് സമാധാനം എന്തെന്ന് അറിഞ്ഞിട്ടില്ല. 2000 വർഷമായിട്ടും ഇസ്രായേൽ ജനം സമാധാനം അറിയാതെ ഉഴന്നു നടക്കുകയാണ്. ഏകദേശം 2000 വർഷത്തോളം അവർ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ എല്ലാ രാജ്യങ്ങളിലും അവരുണ്ടായിരുന്നു. അവർക്ക് സമാധാനം എന്തെന്ന് അറിയില്ലായിരുന്നു. അവർക്ക് സ്വന്തമായൊരു ദേശമില്ലായിരുന്നു, സ്വന്തമായ രാജ്യമില്ലാതെ ചിതറിപ്പോയി. ദൈവം പറഞ്ഞ പോലെ തന്നെ അവരെ ചിതറിച്ച് കളഞ്ഞു. ദൈവം പറഞ്ഞ വാക്യം തന്നെയാണ് ചിതറിച്ച് കളഞ്ഞു. എന്നിട്ട് പറഞ്ഞു, അവരെ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്ന് ഞാൻ കൂട്ടിച്ചേർക്കുമ്പോൾ അവർ പിന്നെ പറയുന്നത് എന്താണ്? മിസ്രയീമിൽ നിന്ന് കൊണ്ടുവന്ന ദൈവം എന്ന് പറയാതെ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലും കൂട്ടിച്ചേർത്ത ദൈവം എന്ന് പറയുന്ന കാലം വരും എന്നാണ് ദൈവത്തിൻ്റെ വചനം ഈ പുസ്തകത്തിൽ പറയുന്നത്. അതുപോലെ തന്നെ ഇസ്രായേൽ ജനം ഇന്ന് ലോകത്തിൻ്റെ അറുതികളിൽ നിന്ന് കൂട്ടിവരുത്തപ്പെട്ട ജനമാണ്. ദൈവം ഞങ്ങളെ കൂട്ടിവരുത്തിയാണ് എന്ന് അവർ പറയുകയാണ്. അതും ദൈവത്തിൻ്റെ പ്രവചനം. ചിതറിക്കും എന്ന് പറയുന്നതും ദൈവത്തിൻ്റെ പ്രവചനമായിരുന്നു. അവരെ കൂട്ടിച്ചേർക്കും എന്ന് പറയുന്നതും ദൈവത്തിൻ്റെ പ്രവചനമായിരുന്നു. രണ്ടും സംഭവിച്ചു. അപ്പോൾ ഇവിടെ യേശുക്രിസ്തുവിനെ സംബന്ധിച്ച് പറയുന്ന, യേശുക്രിസ്തു എന്ന പ്രവാചകനെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ഇവിടെ നമ്മുടെ പൗരോഹിത്യനെ സംബന്ധിച്ചാണല്ലോ പറയുന്നത്. യേശുക്രിസ്തു എന്ന പുരോഹിതൻ, ഇന്ന് യേശു ഏക മഹാപുരോഹിതനാണ്. ഒരേ ഒരു പുരോഹിതൻ ഇന്ന് മനുഷ്യർക്കും ദൈവത്തിനും ദൈവം വെച്ചിരിക്കുന്ന ഒരേ ഒരു പ്രവാചകൻ യേശുക്രിസ്തുവാണ്. പഴയ നിയമകാലത്ത് ഭൂമിയിൽ പുരോഹിതന്മാരുണ്ടായിരുന്നു. അത് ഏസ്കേൽ പ്രവചനം നമ്മൾ മുമ്പ് പറഞ്ഞാലും, മകുടം നീക്കി കിരീടം എടുത്ത് കളയും, അതവിടെ ഉണ്ടാകുകയില്ല. അവകാശമുള്ളവൻ വരുവോളം അതവിടെ ഉണ്ടാകുകയില്ല. അവകാശമുള്ളവൻ വരുമ്പോൾ ഞാനത് അവന് കൊടുക്കും. അപ്പോൾ മകുടവും കിരീടവും പൗരോഹിത്യവും രാജ്യത്വവും ആയിട്ടുള്ള 2 റെപ്രസെൻറ്റേഷനുകളാണ്. പക്ഷേ അതിൽ രാജ്യത്വം ഇതുവരെയും കൊടുത്തിട്ടില്ല, പൗരോഹിത്യം കൊടുത്തു. അപ്പോൾ യേശു മാത്രമേ ഉള്ളൂ ഇന്ന് ജനത്തിൻ്റെയും മനുഷ്യൻ്റെ ഇടയിൽ, ദൈവത്തിൻ്റെ ഇടയിലുള്ള പുരോഹിതൻ. അത് ഞാനീ പറയുന്നത് കുറച്ചുകൂടി വിശദമായിട്ട് ഞാൻ പറയുന്നില്ല. യേശുക്രിസ്തു മാത്രമേ ഉള്ളൂ ഒരു പുരോഹിതനായിട്ട് മനുഷ്യനും ദൈവത്തിനും ഇടയിൽ. ഇത്രേ അതിനെ സംബന്ധിച്ച് പറയാൻ വിശദമായി പറയാനുള്ള കാര്യം. ബാക്കി മനസ്സിലാക്കിയെടുക്കുക എന്നുള്ളതാണ് കേൾക്കുന്ന ആൾക്കാർ. ഒരു പുരോഹിതനേ ഉള്ളൂ. അപ്പോൾ ആ പുരോഹിതൻ ഇന്ന് പൗരോഹിത്യ ശുശ്രൂഷ നടത്തുകയാണ്. നാളെ വീണ്ടും വരുമ്പോൾ ആ പുരോഹിതൻ രാജാവായി ഈ ഭൂമിയിൽ വാഴും. അതും ദൈവത്തിൻ്റെ പ്രവചനമാണ്. ഈ പ്രവചനങ്ങൾ ഒക്കെ ദൈവം പറഞ്ഞിട്ടുള്ളതൊക്കെയും നടന്ന അനേകം പ്രവചനങ്ങളുണ്ട്. ക്രിസ്തുവിനെ സംബന്ധിച്ച് നടന്ന അനേകം പ്രവചനങ്ങൾ നടന്നു കഴിഞ്ഞു. ഇനിയും ക്രിസ്തുവിനെ സംബന്ധിച്ചുള്ള പ്രവചനമാണ് വരാനുള്ളതും. ഇവിടെ
ഈ ഭൂമി ഭരിക്കാനുള്ളതും ഭരിച്ചതിന് ശേഷം 1000 സംവത്സരം കഴിഞ്ഞിട്ട് അത് പിതാവായ ദൈവത്തെ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ക്രമീകരിച്ചിട്ട് അത് പിതാവായ ദൈവത്തെ ഏൽപ്പിക്കേണ്ടതും യേശുവാണ്. അപ്പം അതെല്ലാം ഇനിയും നടക്കാനിരിക്കുന്ന പറഞ്ഞ പ്രവചനങ്ങൾ ഇനി നടക്കാനിരിക്കുന്നവയാണ്. അതുകൊണ്ട് ഇവിടെ പറഞ്ഞത് ഒന്നുകൂടെ ഓർമ്മിപ്പിക്കട്ടെ. അവൻ്റെ വാക്ക് കേൾക്കാഞ്ഞാൽ ഞാൻ അവനോട് ചോദിക്കും. അപ്പം നമ്മൾ ക്രിസ്തുവിൻ്റെ വാക്ക് കേട്ടിട്ട് എന്തെങ്കിലും കേട്ട് വിചാരിച്ചുകൊണ്ട് നടക്കുകയല്ല വേണ്ടത്. ക്രിസ്തു പറഞ്ഞ വാക്ക് തന്നെ കേൾക്കണം. ക്രിസ്തു എന്താ പറഞ്ഞതെന്ന് നിന്ന് നമ്മൾ ബൈബിളിൽ നിന്ന് അന്വേഷിച്ചിട്ട് അത് കേട്ട് മനസ്സിലാക്കണം. അല്ലാതെ എൻ്റെ അപ്പൻ പറഞ്ഞതും അപ്പൂപ്പൻ പറഞ്ഞതും പള്ളിയിലച്ചൻ പറഞ്ഞതും പാസ്റ്റർ പറഞ്ഞതും ഒന്നുമല്ല നമ്മൾ കേൾക്കേണ്ടത്. ഇപ്പം ഞാൻ പറയുന്നതല്ല കേൾക്കേണ്ടത്. ഞാൻ പറയുന്ന കാര്യം തന്നെ ബൈബിളിലുണ്ടോ എന്ന് അന്വേഷിച്ച് അത് യേശു പറഞ്ഞതാണോ എന്ന് അന്വേഷിച്ചിട്ട് ആ യേശു പറയുന്നത് കേൾക്കുന്നവനെ ദൈവം മാനിക്കുകയും ദൈവം അതിനുള്ള പ്രതിഫലം കൊടുക്കും. കേൾക്കാഞ്ഞാൽ അവനോട് ദൈവം ചോദിക്കും. അതാണ് അധ്യായത്തിൻ്റെ ഒരു കാതലായ പ്രധാനപ്പെട്ട കാര്യം. ഇത് ബൈബിളിൻ്റെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ 18-ാം അധ്യായത്തിൻ്റെ 15-ലും 18-ലും കാണുന്ന ഈ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രവചനത്തെ സംബന്ധിച്ചുള്ള കാര്യം. രണ്ടാമത്തെ വായനഭാഗം സഭാപ്രസംഗി 10-ാം അധ്യായം. ഇവിടെ മൂഢന്മാരെയും ശ്രേഷ്ഠന്മാരെയും തമ്മിൽ, അല്ലെങ്കിൽ ജ്ഞാനിയെ സംബന്ധിച്ചും മൂഢനെ സംബന്ധിച്ചുള്ള ചില കാര്യങ്ങൾ ആണ് ഇവിടെ പറയുന്നത്. മൂഢന്മാർ ശ്രേഷ്ഠ പദവിയിലെത്തുകയും ധനവാന്മാർ താണ നിലയിൽ ഇരിക്കുകയും ചെയ്യുന്നത് തന്നെ ഞാൻ കണ്ടിട്ടുണ്ട്. അത് സൂര്യന് താഴെ നടക്കുന്ന ഒരു തിന്മയാണ്. അത് മായ അത്ര എന്നാണ് സഭാപ്രസംഗി പറയുന്നത്. അപ്പം അതൊക്കെ കാണുന്നുണ്ട് ഇവിടെ. അതായത് ജ്ഞാനിയായ ഉള്ളവനെ താഴ്ന്ന അവസ്ഥയിലും മൂഢൻ അധികാര കേന്ദ്രങ്ങളിലൊക്കെ ഇരിക്കുന്നത് നമ്മൾ ഇന്ന് നാട്ടിലും കാണുന്നുണ്ട്. നമ്മുടെ നാട് അനുഭവിക്കുന്ന ഏറ്റവും വലിയൊരു കഷ്ടം എന്ന് പറയുന്നത്, ഗതികേടെന്ന് പറയുന്നത്, നിന്ന എന്ന് പറയുന്നത്, ബഹുമാനക്കുറവെന്ന് പറയുന്നത് അതാണ്. മൂഢൻ ഭരിക്കുന്നു എന്നുള്ളതാണ്. അപ്പം അത് സംഭവിക്കുമെന്ന് തന്നെയാണ് സഭാപ്രസംഗി പറയുന്നത്, ദൈവത്തിൻ്റെ വചനം പറയുന്നത്. പിന്നൊരു കാര്യം പറയുന്നത്, ചത്ത ഈച്ച തൈലക്കാരൻ്റെ തൈലം നാറുമാറാക്കുന്നു. ചത്ത ഈച്ച, ഒരു വലിയ തൈലക്കുപ്പിയിൽ ഒരു ചെറിയൊരു ഈച്ച ചത്ത് കിടന്നാൽ മതി, അത് തൈലം നാറുമാറാക്കും. അതുപോലെ അല്പഭോഷത്വം ജ്ഞാനമാനങ്ങളെക്കാൾ ഘനമേറുന്നു. ഒരു ചെറിയൊരു ഭോഷത്വം മതി. ഒരു ജ്ഞാനിയുടെ ജീവിതത്തിലായാലും അല്ലെങ്കിൽ ഒരു ജ്ഞാനസഭയിലായാലും ഒക്കെ ഒരു ചെറിയ ഭോഷത്വം, 500 പേരിൽ ഒരു ഭോഷൻ ഒക്കെ ഉണ്ടായിരുന്നാൽ പോലും അത് അതിൻ്റേതായ ദോഷമുണ്ടാക്കും. അത് ഘനമേറുന്നു എന്നാണ് വായിക്കുന്നത്. ജ്ഞാനിയുടെ ബുദ്ധി അവൻ്റെ വലതുഭാഗത്തും മൂഢൻ്റെ ബുദ്ധി അവൻ്റെ ഇടതുഭാഗത്തും ഇരിക്കുന്നു. ഭോഷൻ നടക്കുന്ന വഴിയിൽ അവൻ്റെ ബുദ്ധി ക്ഷയിച്ചു പോകുന്നു. താൻ ഭോഷൻ എന്ന് എല്ലാവർക്കും വെളിവാക്കപ്പെടുകയും ചെയ്യും. അത് കഴിഞ്ഞിട്ട് നിൻ്റെ മനസ്സിൽ, എൻ്റെ അവസാനത്തിൽ വരുമ്പോൾ, മടിവ് കൊണ്ട് മേൽപ്പുര വീണു പോകുന്നു, കൈകളുടെ ആലസ്യം കൊണ്ട് വീട് ചോരുന്നു. ഇതും ബോധമോ ബുദ്ധിയോ ജ്ഞാനമോ വിവേകമോ ഉള്ളവന് സംഭവിക്കുന്നതല്ല. സന്തോഷത്തിനായിട്ട് വിരുന്ന് കഴിക്കുന്നു, വീഞ്ഞ് ജീവനെ ആനന്ദിപ്പിക്കുന്നു, ദ്രവ്യമോ സകലത്തിനും ഉതകുന്നു. അത് ഒരു കാര്യത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അതിൻ്റെ അവസാനത്തിൽ, നിൻ്റെ മനസ്സിൽ പോലും രാജാവിനെ ശപിക്കരുത്, നിൻ്റെ ശയനഗ്രഹത്തിൽ വെച്ച് പോലും ധനവാനെ ശപിക്കരുത്. അത് പറയുന്നത്, ആകാശത്തിലെ പക്ഷി ആ ശബ്ദം കൊണ്ടുപോകുവാനും പറവജാതി ആ കാര്യം പ്രസിദ്ധമാക്കുവാനും മതി. അപ്പം ഈ രാജാവിനെ ശപിക്കുന്നത് കേട്ടാൽ, ധനവാനെ ശപിക്കുന്നത് കേട്ടാൽ, നമ്മൾ രഹസ്യത്തിൽ പറഞ്ഞതായിരിക്കാം, പക്ഷേ ആ രഹസ്യത്തിൽ പറഞ്ഞ സംഗതി ആകാശത്തിലെ പറവ കേട്ടിട്ട് അത് കൊണ്ടുപോയി പ്രസിദ്ധമാക്കാനിടയാവും എന്നാണ്. ആകാശത്തിലെ പറവയൊന്നും കൊണ്ടുപോയി ഒന്നും ചെയ്യത്തില്ല, പക്ഷേ ആരെങ്കിലും കേൾക്കാനിടയായാൽ അത് ഇന്ന് നീ രഹസ്യമായി പറഞ്ഞ കാര്യം നാളെ പരസ്യമാകും. പക്ഷേ പരസ്യമായി പറയുന്ന ആൾക്കാരെയൊക്കെ നമുക്കറിയാം. ഇന്ന് അധികാരികളെ പരസ്യമായി അവരുടെ തെറ്റുകളും കുറ്റങ്ങളും വിളിച്ചു പറയുന്നതിന്, അവരുടെ ഭോഷത്വം വിളിച്ചു പറയുന്നതിന് ഇന്ന് മടിയില്ലാത്ത ഒരു ജനാധിപത്യ ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പം അധികാരിയുടെ തെറ്റായ നടപടികളും പ്രവൃത്തികളും ജനത്തിന് ദോഷകരമായ പ്രവൃത്തികളൊക്കെ
വിളിച്ചു പറയും. ഇന്ന് വിളിച്ചു പറയാനുള്ള സ്വാതന്ത്ര്യം ഇന്നുണ്ട്. അത്തരം ഒരു ധൈര്യത്തിലാണ് ഇവർ നിൽക്കുന്നത്. രാജാവ് വേണേൽ കൊല്ലട്ടെ, അല്ലെങ്കിൽ രാജാവിന് അങ്ങനെ ഭയമില്ല. ജനാധിപത്യ ലോകത്ത് അങ്ങനെ രാജാവല്ല, അധികാരി ഒരിക്കലും രാജാവല്ല. ഒരു രാജാവും നല്ല രാജാവില്ല എന്നുള്ളതാണ് വേറൊരു രസകരമായ കാര്യം. കാരണം വെച്ചാൽ എല്ലാ അധികാരങ്ങളും കേന്ദ്രീകരിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ രാജാവ് ചെയ്യുന്നതെല്ലാം ശരി എന്ന് ഇല്ല. രാജാവിൻ്റെ കൽപ്പന കല്ലേ പിളർക്കും എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ നീതിമാനായ ഒരു രാജാവ് വരാനിരിക്കുന്നുണ്ട്. ആ രാജാവ് യേശുക്രിസ്തുവാണ്. അവൻ നീതിയോടെ ന്യായം വിധിക്കും. എന്നാൽ അവനും മേളിൽ, യേശുക്രിസ്തുവിനും മേളിൽ ഒരു രാജാവുണ്ട്. അത് രാജാധിരാജൻ, കർത്താധികർത്താവ്, യഹോവയായ ദൈവമാണ്. അങ്ങനെ രാജാക്കന്മാരുടെ രാജാവ് എന്ന തരത്തിലുള്ള രാജാവ്, രാജാധിരാജൻ ദൈവം, രാജാവ്, വരാനിരിക്കുന്ന രാജാവ് യേശുക്രിസ്തു. ഇന്ന് ഭൂമിയിൽ രാജാക്കന്മാരും അധിപതിമാരും ഉണ്ട്. അവരൊന്നും ഒരു തരത്തിലും നീതിയും ന്യായവും ഉള്ളവരായി രാജ്യത്തിന്, ജനത്തിന് വേണ്ടി ഭരണം നടത്തുന്നവരല്ല. അവിടെ നിന്ന് മാറിയിട്ടാണ് ഇനി ഈ ഭൂമിയൊക്കെയും ന്യായവും നീതിയും ഉള്ള, ആരെയും വഞ്ചിക്കാത്ത, കൊല ചെയ്യാത്ത, പിടിച്ചു പറിക്കാത്ത, ആർക്കും ആരോടും അസൂയ തോന്നാത്ത, അതിമോഹമുണ്ടാകാത്ത, പല്ല് കടിക്കാത്ത, കയ്പുണ്ടാകാത്ത, മറ്റൊരുത്തിന് ദോഷം ചിന്തിക്കാത്ത, ദോഷം ചെയ്യാത്ത, കണ്ണുനീരില്ലാത്ത, കരച്ചിലില്ലാത്ത ഒരു ലോകം, അത് സാധ്യമാക്കാനാണ് ദൈവം അധ്വാനിക്കുന്നത്. അത് സാധ്യമാക്കാനാണ് ദൈവിക പദ്ധതി. അതിന് ദൈവം മുഖാന്തരമാക്കിയിരിക്കുന്ന ഒരു മനുഷ്യനാണ് യേശുക്രിസ്തു. ആ യേശുക്രിസ്തുവിൽ എന്ന ഒറ്റ ഒരു മനുഷ്യനിലൂടെ ലോകം മുഴുവനും സമാധാനവും ശാന്തിയും വരുത്തുകയാണ് എന്ന് പറഞ്ഞാൽ അത് എങ്ങനെ സാധ്യമാകും? അല്ലേ? നമ്മുടെ ഒരു സാമാന്യ ബുദ്ധിയിൽ ഒരിക്കലും സാധ്യമാകുന്ന ഒരു കാര്യമല്ല ഒരാൾ കൊണ്ട് ലോകം നന്നാക്കാൻ പറ്റുമെന്ന്. അവിടെയാണ് ദൈവവും യേശുക്രിസ്തുവും തമ്മിലുള്ള കൂട്ടായ്മയുടെ ഐക്യത്തിൻ്റെ ശക്തി, ബലമെന്ന് പറയുന്നത്. അപ്പോൾ ദൈവസഹായത്താലാണ് സാധ്യമാകുന്നത്. യേശുക്രിസ്തു മുൻനിരയിൽ നിൽക്കുകയും യേശുക്രിസ്തുവിന് ദൈവത്തിൻ്റെതായ അധികാരങ്ങളെല്ലാം കൊടുക്കുകയും ദൈവം ചെയ്യുന്നത് പോലെ കാര്യങ്ങൾ നീതിയോടെ ചെയ്യാൻ അധികാരവും അതുപോലെ തന്നെ ജ്ഞാനവും വിവേകവും ബുദ്ധിയും ഒക്കെ കൊടുത്തിട്ടാണ് യേശുക്രിസ്തുവിന് വരാനിരിക്കുന്നത്. ആ യേശുക്രിസ്തുവിന് ഇത് സാധ്യമാകും. കാരണം ദൈവത്തിൻ്റെ സ്ഥാനത്ത് നിന്നിട്ടാണ് യേശുക്രിസ്തു ചെയ്യാൻ പോകുന്നത്. ദൈവം 100%, അതിൽ കൂടുതൽ ശതമാനം പറയാറുണ്ടെങ്കിൽ അങ്ങനെ ദൈവം യേശുക്രിസ്തുവിനോട് കൂടെ ഉണ്ടാകും. അപ്പോൾ പിന്നെ എന്ത് സാധിക്കില്ല? എന്ന് സാധിക്കും. ആ ഒരു കാലത്തിലേക്കാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. മരണം പോലും നീങ്ങിപ്പോകുന്ന, സർവ്വവും സമാധാനമുള്ള, സന്തോഷം മാത്രമുള്ള ഒരു ലോകത്തിലേക്കാണ് ബൈബിൾ നമ്മളെ വിളിക്കുന്നത്. ബൈബിൾ അതിലേക്കുള്ളൊരു ക്ഷണക്കത്താണ്. അങ്ങനെയാണ് ബൈബിളിനെ പറയുന്നത്. അപ്പോൾ ആ ക്ഷണക്കത്താണ് നമ്മൾ വായിച്ചുകൊണ്ടേയിരിക്കുന്നത്. ക്ഷണക്കത്ത് ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളിപ്പോഴും. ക്ഷണക്കത്ത് വായിച്ചു തീരുന്നില്ല. സാധാരണ ഒരു കല്യാണത്തിൽ വിളിക്കുന്ന ക്ഷണക്കത്ത് 1 മിനിറ്റ് കൊണ്ട് വായിച്ചു തീരും. ഇത് വായിച്ചു തീരാത്ത ഒരു ക്ഷണക്കത്ത്. അത് എന്ന് വരെ വായിക്കണം? ദൈവരാജ്യം സ്ഥാപിതമാകുന്നത് വരെ വായിക്കണം. പിന്നെ വായിക്കേണ്ട ആവശ്യമില്ല എന്നാണ് ഞാൻ കരുതുന്നത്. പിന്നെ അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അന്നുവരെയും നമ്മളിത് ദൈവരാജ്യം ആകുന്നവരെയും ആണ് നമ്മളിത് വായിക്കേണ്ടത്, വായിച്ച് മനസ്സിലാക്കേണ്ടത്. അപ്പം അങ്ങനെ ലോകത്ത് സമാധാനവും ശാന്തിയും പ്രമോദം, സന്തോഷമല്ല, അതിന് മേളിൽ പ്രമോദം ഉള്ള ക്രിസ്തുവിൻ്റെ സാന്നിധ്യവും ദൈവിക സാന്നിധ്യവും പഴയ കാലത്ത് ജീവിച്ചിരുന്ന വിശുദ്ധന്മാരുടെ, ദൈവത്തിൻ്റെ പ്രവാചകന്മാരുടെ, അഭിഷിക്തന്മാരുടെ ഒക്കെയും കൂടെയുള്ള ആ വാസം, മരിച്ചുപോയ പലരെയും നമ്മൾ കാണും, സന്തോഷിക്കും. അങ്ങനെയുള്ള ആ നാളുകളെ നമുക്ക് പ്രതീക്ഷയോടെ കാത്തിരിക്കാം. 3-ാമത്തെ വായനാഭാഗം അപ്പോസ്തലപ്രവൃത്തികൾ 9-ാം അധ്യായം. ശൗലിൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ചേഞ്ച്, ഒരു ടേണിംഗ് പോയിൻ്റ് ഉണ്ടാകുന്ന ഒരു അധ്യായത്തെ വിശദീകരിക്കാനാണ് ഇവിടെ. അത് യഥാർത്ഥത്തിൽ ശൗലിൻ്റെ ജീവിതത്തിൽ മാത്രമല്ല, അതുവരെ ഉണ്ടായിരുന്ന ക്രിസ്തീയ പ്രവർത്തനങ്ങളുടെ, സുവിശേഷ പ്രവർത്തനങ്ങളുടെ ദിശയ്ക്ക് പോലും വലിയ മാറ്റമുണ്ടാക്കിയതാണ് ഇവിടെ ശൗലിൻ്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യം. അത് ദൈവം എല്ലാം സകലവും അതിൻ്റേതായ ചന്തത്തിൽ നടത്തും എന്നുള്ളത് നമ്മൾ വായിച്ചത് നിവൃത്തിയാകുന്നത് നമ്മൾ മനസ്സിലാക്കുന്നൊരു അധ്യായം കൂടിയാണ് ഈ 9-ാം അധ്യായം. ശൗല്
കർത്താവിൻ്റെ ശിഷ്യന്മാരെയൊക്കെയും കൊന്ന് കൊല വിളിച്ച് പിടിച്ചു കെട്ടി തടവിലുമൊക്കെ ആക്കി ഇങ്ങനെ നടക്കുന്ന കാലം. അത് കഴിഞ്ഞ് ഡമാസ്കസിൽ അങ്ങനെ കുറേ ആൾക്കാരുണ്ട് എന്ന് കണ്ടിട്ട് അവിടേക്ക് പോവുകയാണ്. കൂടെ ആൾക്കാർ പടയാളികളൊക്കെ കാണുമായിരിക്കണം, എന്നാലും നേതൃത്വം അദ്ദേഹത്തിനാണ്. അങ്ങനെ ശൗല് പോകുമ്പോൾ ഡമാസ്കസിന് സമീപമെത്തിയപ്പം പെട്ടെന്ന് ആകാശത്തു നിന്നൊരു വെളിച്ചം അവൻ്റെ ചുറ്റും മിന്നി. ആ വെളിച്ചം കാരണം അവൻ പെട്ടെന്ന് അപ്രതീക്ഷിതമായി വന്നൊരു കൊള്ളിയാൻ പോലെയോ അല്ലെങ്കിൽ ഇടിമിന്നൽ പോലെയുള്ള മിന്നൽ പ്രകാശമായിരിക്കും. ഭയങ്കര പ്രകാശമായിരുന്നു. ആ പ്രകാശം ആകാശത്തു നിന്നൊരു വെളിച്ചം അവൻ്റെ ചുറ്റും മിന്നി. അവൻ നിലത്ത് വീണു. അപ്പോൾ ഒരു ശബ്ദം കേട്ടു, ശൗലേ ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത്? അപ്പം തിരിച്ച് പൗലോസ്, നീ ആരാകുന്നു കർത്താവെ എന്ന് ചോദിച്ചു. അപ്പം അത് മേളിൽ നിന്ന് കേട്ട ശബ്ദമല്ല, ഒരു മനുഷ്യനെ കണ്ടില്ല, അശരീരി കേട്ട ശബ്ദമാണ്, ആകാശത്തു നിന്ന് ശബ്ദം കേട്ടത്. അപ്പോൾ അത് മുമ്പുള്ള അറിവനുസരിച്ച് ദൈവദൂതന്മാരുടെ ശബ്ദമോ ഒക്കെ ആയിരിക്കാമെന്നുള്ള കാര്യം പൗലോസിന് മനസ്സിലായി. അപ്പോൾ അവിടെ വെച്ച് ചോദിക്കുകയാണ്, നീ ആരാകുന്നു കർത്താവെ എന്ന്. അപ്പോൾ ദൈവം ആണല്ലോ, ദൈവം ഈ ദൈവദൂതൻ്റെ ശബ്ദം കേട്ടാലും ആ ദൈവദൂതന്മാരെ ദൈവമായിട്ടാണല്ലോ കാണുന്നത്. ദൈവദൂതൻ വന്ന് പറഞ്ഞത്, ഞാൻ മോശയോട് പറഞ്ഞത് ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവയാകുന്നു എന്നാണല്ലോ. അപ്പോൾ ആ അധികാരത്തിലാണ് ദൈവദൂതനും വരുന്നത്. അപ്പോൾ ഈ ശബ്ദം കേട്ടപ്പോൾ ഇതൊരിക്കലും മനുഷ്യൻ ശബ്ദമല്ല എന്ന് മനസ്സിലാക്കിയിട്ടാണ് ചോദിക്കുന്നത്, കർത്താവെ നീ ആരാണെന്ന് ചോദിക്കുന്നത്. ശൗലേ ശൗലേ, നീ ഉപദ്രവിക്കുന്ന യേശു ആകുന്നു ഞാൻ. അതാണ് അവിടുത്തെ ഏറ്റവും, ഞാൻ ആർക്കെതിരെയാണോ ഈ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ആ ആൾ തന്നെ പറയുകയാണ്, നീ ഉപദ്രവിക്കുന്ന, ഒരിക്കലും യേശുവിനെ അല്ലല്ലോ ഉപദ്രവിച്ചത്, യേശുവിൻ്റെ ശിഷ്യന്മാരെയും യേശുവിൻ്റെ ഉപദേശത്തെയും പരിശുദ്ധാത്മാവിനെയും ഒക്കെ അല്ലേ ഇവിടെ ഉപദ്രവിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പം അങ്ങനെ നീ ഉപദ്രവിക്കുന്ന യേശു ആകുന്നു ഞാൻ. നീ എഴുന്നേറ്റ് പട്ടണത്തിൽ ചെല്ലുക, നീ ചെയ്യേണ്ടത് ഞാൻ അവിടെ വെച്ച് നിന്നോട് പറയാം എന്ന് പറഞ്ഞു. ശൗലിന് കണ്ണ് കാണാൻ വയ്യായിരുന്നു. അപ്പോൾ അത്രയും വലിയ പ്രകാശമാണ് അടിച്ചതെന്നുള്ളതാണ് അതിൽ മനസ്സിലാക്കേണ്ടത്. ശൗലിൻ്റെ കണ്ണ് കാണാൻ വയ്യായിരുന്നു. ശൗല് കണ്ണ് തുറന്നാരെ ഒന്നും കണ്ടില്ല. കണ്ണ് തുറന്നിട്ട് ഒന്നും കാണാൻ വയ്യായിരുന്നു. അതിന് കൈക്ക് പിടിച്ചാണ് ആളുകൾ ഡമാസ്കസിലേക്ക് കൊണ്ടുപോയത്. അവർ ഡമാസ്കസിലേക്ക് തന്നെ പോയി 3 ദിവസം കണ്ണ് കാണാതെയും തിന്നുകയോ കുടിക്കുകയോ ചെയ്യാതെയൊക്കെ ഇരുന്നു. അപ്പോൾ അവിടെ അനന്യാസ് എന്നൊരു ശിഷ്യനുണ്ടായിരുന്നു. ശിഷ്യന് ദൈവത്തിൻ്റെ അരുളപ്പാടുണ്ടായി, നീ അവിടെ പിന്നെ ഇയാളെ പോയി കാണണമെന്ന് പറയുന്നത്. അപ്പോൾ അനന്യാസ് പറയുന്നു, കർത്താവേ, ആ മനുഷ്യൻ യെരുശലേമിൽ നിൻ്റെ വിശുദ്ധന്മാർക്ക് എത്ര ദോഷം ചെയ്തു എന്ന് പലരും പറഞ്ഞ് ഞാൻ കേട്ടിരിക്കുന്നു. ഇവിടെയും നിൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്നവരെയൊക്കെയും പിടിച്ചു കെട്ടുവാനാണ് മഹാപുരോഹിതന്മാർ അധികാരപത്രത്തോടു കൂടിയാണ് അവൻ വന്നിരിക്കുന്നതെന്ന് പറയും. ഇല്ല, നീ പൊക്കോ, നീ ചെന്നിട്ട് നീ പോകാം, അവൻ എൻ്റെ നാമം ജാതികൾക്കും രാജാക്കന്മാർക്കും ഇസ്രായേൽ മക്കൾക്ക് മുമ്പിൽ വഹിപ്പാൻ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു പാനപാത്രമാകുന്നു. എൻ്റെ നാമത്തിന് വേണ്ടി അവൻ എന്തെല്ലാം കഷ്ടം അനുഭവിക്കേണ്ടതാകുന്നു എന്ന് പറഞ്ഞു. ഞാൻ അവനെ അത് കാണിക്കും. ഏതാണ് അവൻ അനുഭവിക്കുന്ന കഷ്ടങ്ങൾ. അങ്ങനെ കഷ്ടങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. അത്രയും കഷ്ടം അനുഭവിച്ച ഒരു മകൻ, ഒരു വിശ്വാസി അല്ലെങ്കിൽ ഒരു മനുഷ്യൻ വേറെ ഇല്ല ബൈബിളിൽ നോക്കിയാൽ. അപ്പം അതുപോലെ അവൻ ചെയ്തതിനൊക്കെയും തക്ക ശിക്ഷ എന്ന പോലെ തന്നെ അത്രയും വലിയ കഷ്ടങ്ങളൊക്കെ പൗലോസ് അനുഭവിക്കുകയും ചെയ്തു. അപ്പം അതിനിടയ്ക്ക് ഈ പൗലോസിനെ ചെയ്യുന്നൊരു കാര്യത്തെക്കുറിച്ച് അവിടെ പറഞ്ഞു. പൗലോസ് പ്രാർത്ഥിക്കുന്നു, അനന്യാസ് എന്നൊരു പുരുഷനകത്ത് വന്ന് താൻ കാഴ്ച പ്രാപിക്കേണ്ടതിന് തൻ്റെ മേൽ കൈവയ്ക്കുന്നത് അവൻ കണ്ടിരിക്കുന്നു എന്ന് മനസ്സിലായോ? അപ്പം അത് രണ്ട് ഭാഗത്തും ദൈവത്തിൻ്റെ ഇടപാട് നടക്കുന്നുണ്ട്. അപ്പോൾ അവിടെ അനന്യാസിനോട് ദൈവം ഇടപെടുന്ന സമയത്ത് തന്നെ ശൗലിനും അനന്യാസ് എന്നൊരു പുരുഷനകത്ത് വന്ന് താൻ കാഴ്ച പ്രാപിക്കേണ്ടതിന് തൻ്റെ മേൽ കൈവയ്ക്കുന്നത് കാണുകയും ചെയ്യുന്നുണ്ട്. രണ്ടിടത്തും ദൈവത്തിൻ്റെ ഇടപെടലുണ്ടാകുന്നുണ്ട്. അപ്പം അങ്ങനെയാണ് അവർ തമ്മിൽ കാണുമ്പം അവർക്കും അത് മനസ്സിലാവും. അവർക്കും അറിയുന്നുണ്ടല്ലോ, നീ പോയി അവൻ്റെ മേൽ കൈവച്ച് അവന് വേണ്ട സഹായം ചെയ്തു കൊടുക്കാൻ വേണ്ടി അനന്യാസിനോട് പറയുമ്പോൾ തന്നെ അനന്യാസ് എന്നൊരുവൻ തൻ്റെ അടുത്ത് വരുന്നതിനെ കുറിച്ച് പൗലോസും കാണുന്നുണ്ട്. അങ്ങനെ ഈ കാര്യമൊക്കെ നടന്നു. അത് കഴിഞ്ഞ് അവൻ എഴുന്നേറ്റ്, അത് കഴിഞ്ഞ് അവൻ കാഴ്ച പ്രാപിച്ചു. കാഴ്ച ലഭിച്ച് അവൻ എഴുന്നേറ്റ് ആഹാരമൊക്കെ കഴിച്ചു. സ്നാനമേറ്റു എന്നാണ് കാണിക്കുന്നത്. അതുവരെ സ്നാനമേൽക്കുന്നവരെ പിടിച്ചു കെട്ടാനും തല്ലാനും കൊല്ലാനും നടന്ന ആൾ ഇന്ന്
സ്നാനമേറ്റു. ഇവിടെയാണ് ദൈവത്തെ നമ്മൾ കാണേണ്ടത്. മനുഷ്യന് ദൈവത്തിന് മുകളിലല്ല, ദൈവത്തിന് കീഴ്പ്പെട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ദൈവം ഇടപെടേണ്ടതുപോലെ ഇടപെട്ടാൽ അവൻ സറണ്ടർ ആകുക, അല്ലാതെ വേറെ വഴിയില്ല. അതുവരെയും തൻ്റെ ബുദ്ധിയിലും ജ്ഞാനത്തിലും താൻ പറയുന്നതൊക്കെയാണ് ശരിയെന്ന് പറഞ്ഞ് മുമ്പോട്ട് പോകുന്ന ആൾ ദൈവം പിടിക്കേണ്ടതുപോലെ പിടിച്ചാൽ അവൻ സറണ്ടർ ആകുക തന്നെ ചെയ്യും. അവിടെ ദമാസ്കസിൽ കുറേ ആൾ പാർത്തു. അപ്പോൾ അവിടെ മുതൽ യേശു തന്നെ ദൈവപുത്രൻ എന്ന് പള്ളികൾ പ്രസംഗിച്ചു. ഇതുവരെയും അതിനെതിരെ പറഞ്ഞുകൊണ്ടിരുന്നവൻ ഇപ്പോൾ പറയുകയാണ് യേശുവാണ് ദൈവപുത്രൻ, യേശു തന്നെ കർത്താവ് എന്ന് പറയുകയാണ്. അങ്ങനെ പള്ളികളിലൊക്കെ ഇപ്പോൾ പ്രസംഗിച്ചു. അപ്പോൾ ഇതുവരെ യഹൂദന്മാരുടെ കൂടെ നിന്ന് യഹൂദന്മാർ പറയുന്ന, അല്ലെങ്കിൽ യഹൂദ പ്രമാണി അല്ലെങ്കിൽ യഹൂദ പുരോഹിതൻ പറയുന്ന കാര്യം കേട്ട് പറഞ്ഞ് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ആൾ ഇന്ന് പള്ളിയിൽ തന്നെ വന്ന് പ്രസംഗിക്കുകയാണ് യേശുക്രിസ്തു ദൈവപുത്രനാണ്, യേശുക്രിസ്തു കർത്താവാണെന്ന്. അപ്പോൾ ആളുകൾ ഇത് കേട്ടിട്ട് അതിശയിച്ചു, അയ്യോ ഇവൻ ഇത്രയും ദിവസം ആളുകളെ കൊല്ലാൻ നടന്നവനല്ലേ, ഇവൻ പറയുന്നല്ലോ. അപ്പോൾ അത് അത്ഭുതമായി മനുഷ്യർക്ക്. ശൗലോ മേൽക്കുമേൽ ശക്തി പ്രാപിച്ചു, യേശു തന്നെ ക്രിസ്തു എന്ന് തെളിയിച്ച് ഡമാസ്കസിൽ പാർക്കുന്ന യഹൂദന്മാരെ യഹൂദന്മാരെ തന്നെ മിണ്ടാതാക്കി. അത്ര കണ്ട് ദൈവം പൗലോസ് എന്ന് പറയാണ്, പിന്നെ പേര് പൗലോസ് ആകുന്നുണ്ട്, ശൗൽ എന്ന പൗലോസ് എന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണ് പൗലോസ് എന്ന പേര് ആകുന്നത്. അപ്പോൾ ഈ ശൗല് തന്നെയാണ് പൗലോസ്. അപ്പോൾ ഇവിടെ നമ്മൾ ശൗൽ എന്നാണ് വായിക്കുന്നത്. അപ്പോൾ ശൗല് മേൽക്കുമേൽ ശക്തി പ്രാപിച്ചു, യേശു തന്നെ ക്രിസ്തു എന്ന് ഡമാസ്കസിലും പിന്നീട് ബാക്കിയുള്ള ദേശത്തൊക്കെയും പ്രസംഗിച്ചു. കുറേ നാൾ കഴിഞ്ഞപ്പോൾ യഹൂദന്മാർ ഇവനെ കൊല്ലുവാൻ ആലോചിച്ചു. ശൗൽ അവിടുന്ന് കൂട്ടുകെട്ടറിഞ്ഞിട്ട് അവിടുന്ന് രക്ഷപ്പെട്ടു പോയി ഡമാസ്കസിൽ നിന്ന്. പിന്നെ അവൻ യെരുശലേമിൽ വന്നു. അത് ശിഷ്യന്മാരോട് ചേരാൻ ആഗ്രഹിച്ചു. പക്ഷേ അവനെ ശിഷ്യനെന്ന് കൈക്കൊള്ളാനോ ഒന്നും അവർ ചെയ്യാതിരുന്നു. കാരണം അവർ പേടിച്ചിട്ടുണ്ടായിരുന്നു, ഇവനെ വിശ്വസിക്കാൻ പറ്റുന്നവനാണോ എന്നുള്ള പേടി. പക്ഷേ ബർന്നബാസ് അവനെ കൂട്ടി അപ്പോസ്തലന്മാരുടെ അടുക്കൽ കൊണ്ടുവന്നു. അവൻ വഴിയിൽ വെച്ച് കർത്താവിനെ കണ്ടതും കർത്താവ് സംസാരിച്ചതും ഡമാസ്കസിൽ അവൻ യേശുവിൻ്റെ നാമത്തിൽ പ്രാഗൽഭ്യത്തോടെ പ്രസംഗിച്ചതുമെല്ലാം അവരോട് പറഞ്ഞു. പിന്നെ അവൻ യെരുശലേമിൽ അവരുമായി പെരുമാറുകയും കർത്താവിൻ്റെ നാമത്തിൽ പ്രാഗൽഭ്യത്തോടെ പ്രസംഗിക്കുകയും ചെയ്തു. അപ്പോൾ ഇതാണ്. അപ്പോൾ ആരും അവരെ കൈക്കൊള്ളാതിരുന്നു. അപ്പം ബർന്നബാസിന് ഒരു പ്രാധാന്യമുള്ള റോളുണ്ട്. ബർന്നബാസാണ് അത് സൗഹൃദത്തിലാകുന്നതും കൂട്ടിച്ചേർക്കുന്നതും അപ്പോസ്തലന്മാരെ കൊണ്ട് കാണിക്കുന്നതൊക്കെ. പിന്നെ കൈസരിലേക്ക് പോകുന്നതും തർസൂസിലേക്ക് പോകുന്നതും ഗലീല, യഹൂദിയ, ശമരിയ എന്നീ ദേശങ്ങളിലൊക്കെ സഭയ്ക്ക് സമാധാനമുണ്ടായി. അത് അങ്ങനെ സമാധാനമുണ്ടായത് എന്തുകൊണ്ടാണ്? ഈ സമാധാനം ഉണ്ടാക്കാതിരുന്നവൻ ഇപ്പം യേശുവിൻ്റെ ആളായി. അതുകൊണ്ട് അവിടെയൊക്കെ സമാധാനമുണ്ടായി. അത് ആത്മീയ വർധന പ്രാപിച്ചും കർത്താവിനോടുള്ള ഭക്തിയിലും പരിശുദ്ധാത്മാവിൻ്റെ പ്രബോധനയിലും നടന്നും പെരുകിക്കൊണ്ടിരുന്നു. പിന്നെ പത്രോസിനെ കുറിച്ചുള്ളതാണ് പിന്നെ പറയുന്നത്. പത്രോസ് എല്ലായിടവും സഞ്ചരിക്കയിൽ ലുദ്ദയിൽ പാർക്കുന്ന വിശുദ്ധന്മാരുടെ അടുക്കലും ചെന്നു. അവിടെ പക്ഷപാതം പിടിച്ച് കിടക്കുകയായിരുന്ന ഒരു അനന്യാസ് എന്ന പേരുള്ള മനുഷ്യനെ കൊണ്ട് പത്രോസ് അനന്യാസിനോട് യേശുക്രിസ്തു തന്നെ സൗഖ്യമാക്കുന്നു പറഞ്ഞു. യേശുക്രിസ്തു ഐനയാസിനെ സൗഖ്യമാക്കി. അത് പത്രോസിലൂടെ നടന്നൊരു അത്ഭുതമാണ്. പിന്നെ തബീഥ എന്നൊരു പെൺകുട്ടിയെക്കുറിച്ച് അവിടെ പറയുന്നുണ്ട്. അവളും മരിച്ചുപോയി, ദീനം പിടിച്ച് മരിച്ചുപോയി, യോപ്പ എന്ന സ്ഥലത്ത്. അവിടെ ആളയച്ചു, ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായെന്നും പറഞ്ഞ് പത്രോസ് എന്ന് അവിടെ ചെന്നു. മാളിക മുറിയിൽ കിടത്തിയിരിക്കുകയായിരുന്നു. അവരെല്ലാവരും പുറത്താക്കി. എന്നിട്ട് മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. ഈ ഡെഡ് ബോഡിയുടെ നേരെ തിരിഞ്ഞിട്ട് തബീഥയെ എഴുന്നേൽക്കുക എന്ന് പറഞ്ഞു. മരിച്ച ആ കുട്ടി കണ്ണു തുറന്ന് പത്രോസിനെ കണ്ട് എഴുന്നേറ്റിരുന്നു. അവൻ കൈ കൊടുത്ത് അവളെ എഴുന്നേൽപ്പിച്ചു. വിശുദ്ധന്മാരെയും വിധവമാരെയും വിളിച്ച് അവളെ ജീവനുള്ളവരായി അവരുടെ മുമ്പിൽ നിർത്തി. അപ്പോൾ ഇതിപ്പം യേശുക്രിസ്തു മരിച്ച ആളിനെ സൗഖ്യമാക്കിയതുപോലെ ഇന്ന് പത്രോസിലൂടെയും ഈ അത്ഭുതം, അടയാളം, സൗഖ്യം നടന്നിരിക്കുകയാണ്. ഇത് യോപ്പയിലെങ്ങും പ്രസിദ്ധമായി. പലരും കർത്താവിൽ വിശ്വസിച്ചു. പിന്നെ തോൽക്കലനായ ഒരുത്തനോടുകൂടെ വളരെ നാൾ യോപ്പയിൽ പാർത്തു. അപ്പോൾ ഇത് ഒക്കെ ഇവിടെ സംഭവിക്കുന്നുണ്ട്. യേശുക്രിസ്തു മാത്രം ചെയ്തുകൊണ്ടിരുന്ന അത്ഭുതങ്ങൾ ഇന്ന് യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരിലൂടെ സംഭവിക്കുകയാണ്. അപ്പോൾ അതിനും യേശുക്രിസ്തു ചെയ്തതിനും ഒരു പർപ്പസ് ഉണ്ട്. യേശുക്രിസ്തു ദൈവത്താൽ അയക്കപ്പെട്ടവനാണെന്നും യേശുക്രിസ്തു കർത്തൃത്വമുണ്ടെന്നും ഒക്കെ തെളിയിക്കാനാണ് യേശുക്രിസ്തുവിലൂടെ ദൈവം ആ അത്ഭുതങ്ങൾ ചെയ്തത്.
എന്നാൽ ഇന്ന് യേശുക്രിസ്തുവിന് ശേഷം യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരായിരിക്കുന്നവർ ഈ അത്ഭുതങ്ങൾ അവർ ചെയ്യുകയാണ്. അവരിലൂടെ ദൈവം ചെയ്യുകയാണ്. എന്തിനു വേണ്ടിയാണ്? അതിനും ഒരു പർപ്പസുണ്ട്. ഈ കാലഘട്ടത്തിൽ 1-ാം നൂറ്റാണ്ടിൽ ചെയ്തു തീർക്കേണ്ട ഒരു പർപ്പസുണ്ട്. ആ പർപ്പസിന് വേണ്ടി ചിലപ്പോൾ ഒരുപാട് ആൾക്കാരിലേക്ക് ഈ വിശ്വാസം എത്തണം. ഒരുപാട് ആൾക്കാർ ക്രിസ്തുവിനെ അറിയണം, ദൈവിക പദ്ധതി അറിയണം. അതിനു വേണ്ടിയിട്ടാണ് അന്ന് ഒരിക്കൽ ഒരുവനായി ചെയ്തു തുടങ്ങിയത്, ക്രിസ്തുവായി ചെയ്തു തുടങ്ങിയത്. അന്ന് തന്നെ യേശു ശിഷ്യന്മാരെയൊക്കെയും കൂട്ടി, അത് കഴിഞ്ഞ് വേറെ 70 പേരെ കൂട്ടി. ഇപ്പോൾ അതുമല്ല, അവിടുന്നും കൂടുതൽ ആൾക്കാർ ഈ ക്രിസ്തുവിനെ അറിയിക്കുന്ന ജോലിയിലേക്ക് മുതിർന്നു വന്നിട്ടുണ്ട്. അങ്ങനെയാണ് നമുക്ക് കഴിഞ്ഞ ദിവസം കണ്ട 7 പേരെ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ ഒരുപാട് പേർ സ്വയം സമർപ്പിതമായി ഈ വേല ഇത് വിശ്വസിക്കുകയും സ്നാനപ്പെടുകയും ചെയ്തിട്ട് ക്രിസ്തുവിനെ അറിയിക്കാൻ വേണ്ടി, കാര്യങ്ങൾ മനസ്സിലാക്കി ക്രിസ്തുവിനെ അറിയിക്കാൻ വേണ്ടി ഇറങ്ങിപ്പുറപ്പെട്ട് ഒരുപാട് പേര് ആ കാലത്തുണ്ടായിരുന്നു. അവരുടെ പേരുകളൊന്നും നമുക്ക് എല്ലാവരുടെയും പേരുകളൊന്നും എഴുതിയിട്ടില്ല എങ്കിലും അക്കാലത്തുണ്ടായിരുന്നു. ക്രിസ്തുവിൻ്റെ നാമം നാൾക്ക് നാൾ പരന്നു എന്നാണ്. എവിടെ? ഗലീലയിലും പിന്നെ ശമരിയയിലും. ആദ്യം യഹൂദിയയിൽ, ഗലീലയിൽ, ശമരിയയിൽ. അപ്പോൾ ആ ഇസ്രായേൽ ദേശം മുഴുവനും അത് പടരുകയാണ്. പിന്നെ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലേക്കും അത് പടർന്നു പോകുന്നതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇത് ദൈവത്തിൻ്റെ പദ്ധതി, ദൈവത്തിൻ്റെ ഇടപെടൽ, ദൈവം ആഗ്രഹിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നതാണ് നമ്മൾ ഈ കാണുന്ന ഈ 9-ാം അധ്യായത്തിൻ്റെ ഒരു പ്രത്യേകത. അപ്പം ദൈവത്തെ നമ്മൾ കൂടുതലായി അറിയാൻ, ദൈവം എന്താണെന്നും ദൈവത്തിൻ്റെ ശക്തി എന്താണെന്നും ദൈവത്തിൻ്റെ ചിന്തയും ദൈവത്തിൻ്റെ മനസ്സും ദൈവത്തിൻ്റെ പദ്ധതിയും ദൈവം ആരാണെന്ന് കൂടുതലായി നമുക്ക് മനസ്സിലാക്കാൻ ഉതകുന്ന ഒരു അധ്യായം തന്നെയാണ് അപ്പോസ്തലപ്രവൃത്തികൾ 9-ാം അധ്യായം. 3 വായനാ ഭാഗങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. കേട്ടിരുന്ന താങ്കൾക്ക് ദൈവനാമത്തിൽ നന്ദി അറിയിക്കുന്നു. തുടർന്നും നമുക്ക് ഈ വചനഭാഗങ്ങളുമായിട്ട് ഇരിക്കാൻ ദൈവം ഇടയാക്കട്ടെ. അതുവരെയും ദൈവം നമ്മളെ കാത്തു സൂക്ഷിക്കട്ടെ. താങ്ക് യു.